രാജ്യത്ത് ഒരു അനുഗ്രഹമായിട്ട് മാറാൻ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചില ചിന്തകളെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കപ്പെടുകയാണ്. ഇന്ന് മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു, അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് പല വാർത്തകളും നമ്മളെ വ്യസനിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ, സംസ്കാരമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അക്രമങ്ങൾ, അനീതികൾ, പീഡനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിന് കാരണം? ഇവിടുത്തെ നിയമപാലകന്മാർ അന്വേഷിച്ചു കണ്ടെത്തിയപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, ഏതൊരു കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും അപകടമരണത്തിന്റെയും പുറകിൽ മയക്കമരുന്നും മദ്യവുമാണെന്ന് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കമരുന്നും അത് കഴിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വഴിവിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യവും മയക്കമരുന്നും കഴിച്ച് ഭവനങ്ങളിൽ വഴക്കും, രാജ്യത്ത് വഴക്കും, കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുവഴി നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. മാതാപിതാക്കളായിരിക്കുന്ന നമ്മൾ വളർന്നു തലമുറയോട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കപ്പെടുകയാണ്. പൂർണ്ണമായിട്ടും ഈ മദ്യവും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ഒരു നേർവഴിയിലേക്ക് നയിക്കുവാൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദേശത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സന്തോഷം കാണാനേ ഇല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ സന്തോഷം നമുക്ക് തിരിച്ചു പിടിക്കാൻ, നമ്മുടെ വരും തലമുറയെ നേർവണ്ണം വഴിയിലേക്ക് നടത്തുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സമാധാനത്തിന്റെ മാർഗം. ആ മാർഗമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സുവിശേഷീകരിക്കപ്പെടുന്നത്. ആ സുവിശേഷമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്ത എന്നാണ്. ഇന്ന് നാട്ടിൽ നല്ല വാർത്തകളല്ലെങ്കിലും ക്രിസ്തുവിലായാൽ നല്ല വാർത്തകളെ കേൾക്കുവാൻ കഴിയും, ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും. ക്രിസ്തു പഠിപ്പിച്ച മാർഗം സമാധാനത്തിന്റെ മാർഗമാണ്, ഒരു നന്മയുടെ പാതയാണ്, ഒരു മാർഗമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. നമ്മുടെ വരും തലമുറയ്ക്ക് അത് അത്യാവശ്യമായിരിക്കുന്നു. ഞങ്ങൾ ഒരു മതത്തിനെതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരല്ല. കാരണം യേശു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചത്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടിയാ. ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏതൊരു പാപിക്കും ദൈവസന്നിധിയിൽ സമാധാനത്തിന്റെ മാർഗം സഞ്ചരിക്കുവാൻ ഏകൊരു മാർഗം, ആ മാർഗമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ മാർഗം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ആ വിശ്വാസം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിലാകുവാൻ പണമ സമ്പത്തൊന്നുമല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപമേഖലകളിൽ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ പാപം ചെയ്യാൻ തോന്നുകയില്ല. പാപത്തിൽ നിന്ന് അവന് മോചനമുണ്ട്. എത്ര വലിയ കഠിനമായിരുന്ന പാപമായിരുന്നാലും അതിന് മോചനം യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷം ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ മുഴങ്ങിക്കേട്ടുകൊണ്ട് ഇരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങൾ ഇന്ന് കാണുമ്പോൾ അതെല്ലാം അനുഗ്രഹം പ്രാപിച്ചതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനിടയായിട്ടുണ്ട്. നമ്മുടെ ജീവിതവും ഒരു ഇരുട്ടിലായിരിക്കുന്നു. പാപത്തിന്റെയും അതുപോലെ ഓരോ പ്രവൃത്തികളും മൂലം ഈണ്ടു കിടക്കുന്ന നമ്മുടെ ഭവനങ്ങൾ ഒരു വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കപ്പെടുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മരണമുണ്ടായിരുന്നില്ല. എന്നാൽ പാപം
ലോകത്ത് മരണം വരുവാനിടയായി. ആ മരണത്തിൽ നിന്ന് ഏക രക്ഷ അത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ രക്ഷയുടെ സന്ദേശമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്താണ്? ഒരു മതത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ട് നല്ലൊരു മനസ്സിലുടമയായി തീരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുവഴി നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുവാൻ കഴിയും. അക്രമത്തിന്റെ പാതകളിൽ നിന്ന് വിട്ട് ഇനി പാപത്തിന്റെ മേഖലകൾ ഒഴിഞ്ഞു നിന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ മാർഗം നമുക്ക് പിൻപറ്റാം. യേശുക്രിസ്തു ജീവിച്ച കാലഘട്ടത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഈ ലോകം തരുന്ന സമാധാനമല്ല യേശു ഈ ഭൂമിയിൽ നൽകപ്പെട്ടത്. ഈ ലോകം തരുന്ന സമാധാനം അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനുള്ള സമാധാനം നമുക്ക് മരണാന്തരം മാത്രമല്ല, ജീവിതം വരെ, ദൈവത്തിന്റെ വാസമായിരിക്കുന്ന നിത്യത വരെ അത് നിലനിൽക്കുകയാണ്. കാരണം നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ മരിച്ചാലും ജീവിക്കും. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ഭൂമിയിൽ മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം മുതൽ നമ്മൾ വീണ്ടും ജനിക്കും, പുതിയൊരു അനുഭവത്തിലേക്ക് കടക്കും. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രസക്തി. മരിച്ച ഒരാൾ നിത്യത വരെ ദൈവത്തോടുകൂടി വാഴുവാൻ ദൈവം ആഗ്രഹിക്കപ്പെടുന്നു. മരണാന്തരം ഒരു ജീവിതം പഠിപ്പിക്കുന്നു. ഏത് മതപുസ്തകങ്ങളും പഠിക്കുമ്പോൾ നമുക്കറിയാം സ്വർഗവും നരകത്തെ കുറിച്ച് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗവും നരകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പാപം വെടിയണം, പാപത്തിൽ നിന്ന് മാറി നിൽക്കണം, ദോഷകരമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ട് ആ വിട്ട് സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തി ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് വിശുദ്ധിയോടെ ജീവിതം നയിക്കണം. അങ്ങനെ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തു മാത്രമേ ഭൂമിയിൽ വിശുദ്ധരായി ജീവിച്ചു, വിശുദ്ധ ജീവിതം നമുക്ക് വെച്ചു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആ പാപങ്ങളുടെ പരിഹാരം മരണാന്തരം ഒരു ജീവിതം നമ്മെ വിശുദ്ധിയിലേക്ക് എത്തിക്കുവാൻ. ആരെല്ലാം യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ, യേശു എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് വിശ്വസിക്കുന്നവൻ അവന് രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് വിളിച്ചു പറയുകയാണ്. പ്രിയ സഹോദര, ആ ജീവിതത്തിലേക്ക് അല്പകാലം കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളും ഇവിടെ നിന്ന് വിട്ടുമാറിപ്പോകും. മരണം നമ്മെ ഏത് നിമിഷവും കൈ കടന്നു വരാം. ഏത് ഭവനത്തിലും മരണം ഏത് നിമിഷവും കടന്നു വരാം. എന്നാൽ മരണാന്തരമുള്ള ജീവിതത്തിൽ, നിത്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുന്നതാണ്. ഇതാ സമയത്തിന്റെ കാലങ്ങള് ഓരോ വിളിച്ചു പറയുന്നു. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ രണ്ടാമതും വരും. അനേകം മഹാന്മാർ നമുക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല മഹാന്മാരും ലോകത്ത് പല മഹാന്മാരും പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ അവരുടെ കല്ലറകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുക. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംസാരിച്ച വചനങ്ങൾ ഇന്ന് ലേശമൊന്നും ഈ ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് തുറന്നിരിക്കുക. യേശുക്രിസ്തു അവിടെ ഇല്ല. കാരണം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഭൂമിയിൽ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കൊരു ജീവിതം ഞാൻ നിങ്ങളും മരിക്കും. ആ മരണാന്തരം സ്വർഗത്തിൽ ദൈവത്തോടുകൂടി വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കപ്പെടുന്നത്. അതിന് നിങ്ങളുടെ പണമോ സമ്പത്തോ ഒന്നുമല്ല, നിങ്ങളുടെ മതമോ ആചാരങ്ങളൊന്നുമല്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ നല്ലൊരു മനസ്സിന് അടിമകളാകാൻ, നല്ലൊരു മനുഷ്യന് തീരുമാനമെടുക്കുവാൻ, നല്ലൊരു മനുഷ്യന് ജീവിതം കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? അതുവഴി നമ്മുടെ ഭവനങ്ങൾ രക്ഷിക്കപ്പെടട്ടെ, നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച് ആ ക്രൂശിൽ മരിച്ചത് എന്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഭൂമിയിലുള്ള സകല മക്കളുടെയും മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചത്. തന്റെ ശരീരം കീറി മുറിച്ചത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാ. ഞാൻ നിങ്ങളും ശിക്ഷ അനുഭവിക്കാതിരിപ്പാൻ കട്ടലെ തീച്ചുവ പോലെ വരുന്നൊരു ദിവസമുണ്ട്. ഇതാ യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ ഈ ഭൂമി നടക്കും. അതും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് യേശു വരുന്നതിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങൾ?
ഇന്ന് നമ്മൾ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ, ഈ സമൂഹത്തിൽ കാണുമ്പോൾ ഓരോ കാര്യങ്ങളും അത് വിളിച്ചു പറയുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, വ്യാധികൾ, ഇങ്ങനെ ലോകത്തെമ്പാടും ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവായി ഇതാ ഉണർന്ന് മാനസാന്തരപ്പെടുവാനുള്ള കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ചു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ സുവിശേഷം യേശുവിന്റെ നല്ല മാർഗമാണ്. ഇത് കേൾക്കുമ്പോൾ, ഈ നല്ല മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിലവർക്ക് അത് സഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷീകരിക്കുന്നത്? ഈ സുവിശേഷം ഒരു ദോഷം ചെയ്ത ഏതൊരു മകനെയും, പാപിയായ ഏതൊരു മനുഷ്യനെയും സമാധാനത്തിന്റെ മാർഗത്തിലേക്കും നീതിയുടെ രാജ്യത്തിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനെ തടയുന്നവരുണ്ട്, ഞങ്ങളെ നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. ഞങ്ങളിൽ വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ്? ജാതവികാരം എന്തെന്ന് വെച്ചാൽ, ഞങ്ങളും ഒരു കാലഘട്ടത്ത് ഇതിനെ തള്ളിപ്പറഞ്ഞവരായിരുന്നു. ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് 45 വർഷം കഴിഞ്ഞ് ക്രിസ്തു ആരാന്ന് തിരിച്ചറിയുവാൻ, ആ ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ക്രിസ്തു പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വചനങ്ങൾ വായിക്കുവാനിടയായത്. ദേവദാസന്മാരോട് പലത് ചോദിച്ചു. അവർ പറഞ്ഞത്, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രം, യേശുക്രിസ്തുവിൽ മാത്രം. ആകാശത്തിന്റെ കീഴിലും മനുഷ്യരിലും നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശുക്രിസ്തു മാത്രം. ക്രൂശിൽ മരിച്ച ആ യേശുവിലൂടെയാണ് ഇന്ന് സമാധാനം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ല അങ്ങ് ഒരു നീതിയുടെ ജീവിതത്തിലേക്കും, ഒരു വിശുദ്ധിയുടെ വാതിയിലേക്കും, ഒരു സന്മാർഗത്തിലേക്കും അതുവഴി എനിക്ക് സമാധാനം ലഭിച്ചു. ആ സമാധാനത്തിന്റെ സന്തോഷമാണ് ഞങ്ങൾ ഇന്ന് ഓരോ ദേശത്തോടും വിളിച്ചു പറയുന്നത്. ഞങ്ങൾ അനുഭവിച്ച സന്തോഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ആ സന്തോഷം കടന്നു വരണം. ആ നിങ്ങളുടെ ഭവനങ്ങളിൽ ആ സന്തോഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വരണം. അതുവഴി നമ്മുടെ ഭവനങ്ങൾ രക്ഷിക്കപ്പെടണം. മാത്രമല്ല, വളർന്നു വരുന്ന നമ്മുടെ തലമുറ ദോഷത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കരുത്. ആ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത്, ദൈവത്തെ പിൻപറ്റൂ. ഇന്ന് സമൂഹത്തിൽ ദൈവത്തെ ഭയമില്ലാത്ത അനേക ചെറുപ്പക്കാർ ദൈവഭയമില്ലാതെ ഈ ലോകത്തിന്റെ ചിന്തകളിലൂടെ ജീവിക്കുന്നു, ഈ ലോകത്തിന്റെ അഴുക്കളിൽ ജീവിക്കുന്നു. അതിൽ നിന്നെല്ലാം മാറി ഒരു നല്ലൊരു പൈതലായിട്ട് മാറുവാൻ അവന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അവനോട് പറയാം, ഇതാ രക്ഷയുള്ള ഒരു മകനെ, ഒരു മാതാപിതാക്കളെ കൊല്ലുവാനോ അതുപോലെ മാതാപിതാക്കളെ കൊന്നുകളയുന്ന കുഞ്ഞുങ്ങളെ കാണാം, മക്കളെ കാണാം. മക്കൾ മാതാപിതാക്കളെ വഴിയോരത്തും അതുപോലെ തന്നെ വിട്ടുകളഞ്ഞുകൊണ്ടും ഉപേക്ഷിച്ചുകൊണ്ടും കൊന്നുകൊണ്ടും ജീവിക്കുന്ന ഒരു തലമുറ ഇവിടെ കടന്നു വരുമ്പോൾ ഇതിന്റെ പിറകില് നമ്മളെ തെറ്റിച്ചു കളയുന്ന ഒരു സാത്താന്റെ പ്രവർത്തനമുണ്ട്. ആ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒഴിവാക്കാൻ യേശുക്രിസ്തുവിൽ ആ മരണത്താൽ, യേശുവിന്റെ ജീവിതത്താൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉയർപ്പിനാൽ ആ സാത്താന്റെ പ്രവർത്തികളെ വിടുവിപ്പിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇത് ഭൂമി ഒരിക്കൽ കത്തിപ്പോകും. ഒരിക്കൽ വെള്ളം കൊണ്ട് നശിപ്പിച്ച ഭൂമി ഇനി കത്തുന്ന തീച്ചൂളയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതോടെ കരുതി വെച്ചിരിക്കുന്നത് അഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഭക്തിയില്ലാത്ത ഏതൊരു മകനെയും നശിപ്പിക്കുന്ന ഒരു കാലം നമ്മൾ അതിനു മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഇതാ നിങ്ങൾക്ക് ഈ ശബ്ദം ഒരു ഉപകാരമായി തീരട്ടെ. ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ. ഇന്നലെ വരെ ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്താട്ടെ. യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. യേശുക്രിസ്തുവിനെ എനിക്കൊരു മോചനമുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് വചനം എഴുതി വച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വചനം ഞങ്ങൾ ഇന്നലെ വരെ വായിച്ചിട്ടില്ല, ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഇനിയും അറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനിയും ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണ്? അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്